സർക്കാരിന്റെ തെറ്റായ നിർദ്ദേശങ്ങളും നടപടികളും ചെറുകിട മില്ലുകാരെ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുകയാണെന്ന് ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. നിലവിൽ 20 HP മോട്ടോർ ഉപയോഗിച്ചാണ് ചെറുകിട മില്ലുകൾ പ്രവർത്തിക്കുന്നത്. തുടരെയുണ്ടാവുന്ന വൈദ്യുതി ചാർജ് വർധനവ് മില്ലുകാരെ പ്രതിസന്ധിയിലാക്കി. 10 HP ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം 20 HP ലഭ്യമാക്കണം. ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എന്നിവ ലഭിക്കാനെല്ലാം തടസ്സങ്ങളേറെയുണ്ട്. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ ഓൺലൈൻ സംവിധാനമാക്കിയെങ്കിലും സഹായകരമായ അവസ്ഥയല്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന മില്ലുകൾക്ക് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. പഞ്ചായത്തിലും നഗരസഭകളിലും ഫീസ് സംവിധാനത്തിൽ ഏകീകരണം ആവശ്യമാണ്. പരമ്പരാഗത വ്യവസായമെന്ന നിലയിൽ ചെറുകിട മില്ലുകളെ സംരക്ഷിക്കാനാണ് സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതെന്നും പ്രസിഡന്റ് ആർ ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതൊന്നും അവർ അപ്സെറ്റ് ചെയ്യുന്നില്ല. അവർക്ക് തോന്നിയത് അവരത് ചാർജ് ഇട്ട് നമുക്ക് തരികയാണ്. പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സും അതുപോലെ തന്നെ നേരത്തെ എത്രയില്ല കിട്ടുക അതിൻ്റെ 50% കൂടുതൽ. ഇത് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണോ, അളവ് നോക്കിയിട്ടാണോ, മറ്റുള്ളതാണോ ചെയ്യുന്നത്? ഇതൊന്നും താങ്ങാനുള്ള ശേഷി ഇല്ല ഈ ഇതിന്, വ്യവസായത്തിന്. സർക്കാർ പറയുന്നുണ്ട് 5 വർഷത്തേക്കാണ് ലൈസൻസ് സമ്പ്രദായം ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു. അതിൻ്റെ ഓർഡറൊക്കെ മറ്റു പലർക്കും കിട്ടി. പക്ഷേ ഏത് പഞ്ചായത്തിലും ഇവിടെ ഒന്നും കൊടുത്ത് പാലക്കാട് ജില്ലയിൽ ഏത് പഞ്ചായത്തിൽ അനുവദിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോൾ അത്യാവശ്യം ഭാരവാഹികൾ ജില്ലൻ്റെ പല ഭാഗത്തുണ്ടെങ്കിൽ അവരുമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടു, അത് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ. ബാക്കി പാലക്കാട് ജില്ലയിൽ എവിടെയും ആ സംഭവം 5 വർഷത്തേക്ക് ലൈസൻസ് പുതുക്കി തരൽ നടപ്പിലായതായിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി 5 വർഷത്തേക്ക് ഒരുമിച്ച് ലൈസൻസ് എടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ഇറക്കിയ ഉത്തരവ് പഞ്ചായത്തുകൾ നടപ്പിലാക്കി തരണം. സെക്രട്ടറി ആർ ശിവദാസ്, ട്രഷറർ എ ചന്ദ്രൻ, എം വിശ്വനാഥൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.